ഓപ്പറേഷൻ സിന്ദൂറിനിടെ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടെന്നും യുദ്ധം നിർത്തിയത് താൻ ഇടപെട്ടിട്ടാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുമ്പോഴും നമ്മുടെ പ്രധാനമന്ത്രി മൗനം തുടരുകയാണ്. പാർലമെന്റിൽ ഇതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുമെന്ന് പറയുമ്പോഴും ട്രംപിന്റെ വാക്കുകളെ എന്തുകൊണ്ട് നിഷേധിക്കുന്നില്ല എന്ന ചോദ്യം ജനങ്ങൾക്കിടയിൽ ഉയരുന്നു. മോദി വിയർക്കുന്നു. ഇന്ത്യൻ സൈന്യത്തെയും പരമാധികാരത്തെയും അമേരിക്ക അവമതിക്കുമ്പോഴും മറുപടി പറയാൻ ഇന്ത്യയുടെ എക്കാലത്തെയും ശക്തനായ ഭരണാധികാരിയെന്ന് അവകാശപ്പെടുന്ന മോദി വിയർക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? കേന്ദ്ര സർക്കാരിന്റെ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച അവകാശവാദങ്ങളെ സംശയത്തിലാക്കുന്നതല്ലേ ട്രംപിന്റെ വെളിപ്പെടുത്തലുകൾ? മുൻകാലങ്ങളിലൊന്നും ഇല്ലാത്ത വിധം ഇന്ത്യയുടെ ഭരണപരവും നയപരവുമായ വിഷയങ്ങളിൽ ഡൊണാൾഡ് ട്രംപ് ഇടപെടുന്നത് പതിവ് കാഴ്ചയാകുന്നു. എന്നിട്ടും പ്രധാനമന്ത്രി മൗനം തുടരുന്നു. ഇത് അമേരിക്കയോടുള്ള വിധേയത്വമാണെന്ന വിമർശനം പ്രതിപക്ഷം ഉന്നയിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? ട്രംപ് at 25. ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തിയത് തൻ്റെ ഇടപെടൽ കൊണ്ടാണെന്ന് ട്രംപ് പറഞ്ഞത് ഒന്നും രണ്ടുമല്ല 25 തവണയാണ്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പലവട്ടം ഇത് നിഷേധിച്ച് രംഗത്തു വന്നിട്ടും കിട്ടുന്ന വേദികളിലെല്ലാം ട്രംപ് തൻ്റെ പ്രസ്താവന ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ പ്രധാനമന്ത്രി മോദി ഒരിക്കൽ പോലും അത് നിഷേധിക്കുന്നുമില്ല. ഇതാണ് പ്രതിപക്ഷം ആയുധമാക്കുന്നത്. പ്രധാനമന്ത്രിക്ക് ഇതിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയുമോ എന്ന രാഹുൽ ഗാന്ധി ചോദ്യം ഇപ്പോൾ പ്രസക്തമല്ലേ? രാഹുൽ പറയുന്നത്, ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച സർക്കാർ അവകാശവാദങ്ങളെ രാഹുൽ വെറുതെ പരിഹസിക്കുകയല്ല ചെയ്യുന്നത്. സർക്കാരിന്റെ ഔദ്യോഗിക വിശദീകരണങ്ങളിലെ പൊരുത്തക്കേടുകൾ വിശദമാക്കിയുള്ള വിമർശനം. ഓപ്പറേഷൻ സിന്ദൂർ വിജയിച്ചുവെന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ തുടരുകയാണെന്ന് നിങ്ങൾ പറയുന്നു. ഇത് തുടരുകയാണോ അതോ വിജയിച്ചോ എന്ന് സർക്കാർ വ്യക്തമാക്കണം. ഇന്ത്യയുടെ വിദേശ നയം കേന്ദ്ര സർക്കാർ വികലമാക്കി. ഒരു രാജ്യവും ഇന്ത്യയെ പിന്തുണച്ചില്ല. ആഗോളതലത്തിൽ ഇന്ത്യയെ ഒറ്റപ്പെടുത്തുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. ഇങ്ങനെ നീളുന്നു രാഹുലിന്റെ വിമർശനം. 5 യുദ്ധവിമാനങ്ങൾ തകർന്നു. പാകിസ്ഥാൻ തുടക്കം മുതൽ ആരോപിക്കുന്നത് ഇന്ത്യയുടെ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നാണ്. 3 യുദ്ധവിമാനങ്ങൾ വീണെന്ന് യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ രാജ്യാന്തര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സും റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് വിമാനങ്ങളെക്കുറിച്ച് മിണ്ടാതിരുന്ന ട്രംപ് അടുത്തിടെ റിപ്പബ്ലിക്കൻ സെനറ്റർമാർക്ക് നൽകിയ അത്താഴ വിരുന്നിനിടെയാണ് വിമാനങ്ങൾ വീണ കഥ പറഞ്ഞത്. 3, 4 അതോ 5 വിമാനങ്ങൾ വീണിട്ടുണ്ട്. അത് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുമെന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. എന്നാൽ ആരുടെ വിമാനങ്ങൾ എന്നതിൽ തന്ത്രപരമായ മൗനം തുടർന്നു. ഇതിനുശേഷം കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ഒരു പരിപാടിയിൽ പ്രസംഗിക്കുമ്പോഴും ട്രംപ് വാക്കുകൾ ആവർത്തിച്ചു. അതേ വാചകഘടന. അപ്പോഴും ആരുടെ വിമാനങ്ങൾ എന്നതിൽ വീണ്ടും മൗനം തന്നെ. പാകിസ്ഥാന്റെ പല മടങ്ങ് കരുത്തുള്ള ലോകത്തെ 3ാമത്തെ സൈനിക ശക്തിയാണ് ഇന്ത്യ. എന്നിട്ടും ഇന്ത്യക്ക് എന്തുകൊണ്ട് ഈ വാദഗതികളെ കണക്കുകൾ നിരത്തി പ്രതിരോധിക്കാൻ കഴിയുന്നില്ല? ഇതാണ് ഉയരുന്ന ചോദ്യം. ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ മറ്റൊരു രാഷ്ട്രത്തലവൻ ഇന്ത്യയുടെ പരമാധികാരത്തെ വകവയ്ക്കാതെ ഉത്തരവാദിത്തമില്ലാതെയാണ് സംസാരിക്കുന്നതെങ്കിൽ അതിനുള്ള മറുപടി നൽകുക തന്നെ വേണം. ജനമത് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ തള്ളാനോ കൊള്ളാനോ നിൽക്കാതെ ഇരുട്ടിൽ തപ്പുന്നതിനെയാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്. പഹൽഗാം ആക്രമണം. TRF. പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം വഹിച്ച ലഷ്കർ-ഇ-തോയ്ബയുടെ പ്രോക്സിയായ ദ റെസിഡന്റ് ഫ്രണ്ട് അഥവാ TRFനെ അമേരിക്ക ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വിമാനങ്ങൾ വീഴ്ത്തിയ കഥയും ട്രംപ് പറയുന്നത്. യുദ്ധം നിർത്തിയത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമെന്ന് ആശ്വസിക്കുമ്പോഴാണ് ഇടുത്തി പോലെ ട്രംപ് തുടരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ യുദ്ധത്തിൽ കൂടുതൽ ഉപയോഗിച്ചത് അത്യാധുനിക റഫാൽ വിമാനങ്ങളാണ്.
ഫ്രഞ്ച് കമ്പനിയായ ദസോയുടെ അഭിമാനകരമായ വിമാനം. ഞങ്ങളുടെ വിമാനങ്ങൾ സുരക്ഷിതമായി തിരിച്ചെത്തിയെന്ന് ദസോ സിഇഒ തന്നെ വ്യക്തമാക്കുന്നു. ഇക്കാര്യം ആവർത്തിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? ആഭ്യന്തര സുരക്ഷയുടെയും സൈനികരുടെയും ആത്മവിശ്വാസത്തിന്റെ പ്രശ്നമാണെങ്കിൽ അക്കാര്യമെങ്കിലും വ്യക്തമാക്കണ്ടേ? ഫ്രണ്ടിന്റെ മുന്നിൽ കവാത്തു മറക്കും. ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ ആഭ്യന്തര കാലങ്ങളിൽ ഇടപെടാനും അഭിപ്രായ രൂപീകരണം നടത്താനും ഇന്ത്യ ആരെയും അനുവദിച്ചിട്ടില്ല. വൈരുദ്ധ്യ നിലപാടുകൾ ഉയർന്നപ്പോഴൊക്കെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. പൊഖ്രാനിൽ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ കൊണ്ടുവന്ന ഉപരോധത്തെ പോലും ഇന്ത്യ മറികടന്നു. അക്കാലമല്ല ഇക്കാലം. ഇന്ത്യ സാമ്പത്തികമായും സൈനികമായും ഏറെ വളർന്നെന്ന് ഊറ്റം കൊള്ളുന്നവരാണ് ഭരിക്കുന്നത്. ചെല്ലുന്ന രാജ്യങ്ങളിൽ നിന്നെല്ലാം പരമോന്നത ബഹുമതികൾ സ്വന്തമാക്കുന്ന പ്രധാനമന്ത്രിയുള്ള രാജ്യം. പക്ഷേ ഫ്രണ്ടായ ട്രംപിന് മുന്നിൽ അദ്ദേഹം കവാത്തു മറക്കും. അമേരിക്കൻ തെരഞ്ഞെടുപ്പിനിടെ ഹൗഡി മോദി എന്ന പരിപാടിയിൽ പങ്കെടുത്ത ട്രംപിനെ കുറിച്ച് പറഞ്ഞതൊക്കെ മോദി മറന്നിട്ടുണ്ടാകും. പക്ഷേ ഇന്ത്യയിലെ ജനം മറന്നിട്ടില്ല. അപ്പോൾ പിന്നെ ചോദ്യങ്ങൾ ഉയരാതെ തരമില്ല. മറുപടികൾ ലഭിക്കുന്നതുവരെ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും.